ണ്ടോ? കേൾക്കുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, അൽ ഖലമിന്റെ പ്രിയപ്പെട്ട പഠിതാക്കളെ, അള്ളാഹുലേക്ക് അടുക്കാൻ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഇബാദത്തുകളിൽ ഏറ്റവും മുഖ്യമായത് ഫർദായ നിർബന്ധമായ ഇബാദത്തുകളാണ്. നിർബന്ധമായ ഇബാദത്തുകൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായത് തലബുൽ ഇൽമ, അറിവന്വേഷിക്കുക, അറിവ് പഠിക്കുക എന്നതാണ്. അപ്പൊ സുന്നത്തായൊരു നിസ്കാരവും അറിവ് പഠിക്കലും ഒരുമിച്ച് വന്നു. രണ്ടും നമുക്ക് ഒരേ സമയത്ത് നിർവഹിക്കാൻ കഴിയില്ല എങ്കിൽ അറിവ് പഠിക്കുന്നതിന് മുന്തിക്കലാണ് നല്ലത് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പൊ അത്രക്കും ശ്രേഷ്ഠതയുള്ള ഒരു ഇബാദത്തിലാണ് പ്രഭാതത്തിൽ നമ്മൾ ഉള്ളത് എന്ന ചിന്ത നമുക്കൊക്കെ വേണം. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. നല്ല താല്പര്യവും ആവേശവും ഉള്ള ആൾക്കാർക്കാണ് അറിവ് കിട്ടുക, ഇൽമ കിട്ടുക. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ താല്പര്യമാണ് അറിവ് പഠിക്കുന്നിടത്ത് നമുക്ക് വേണ്ടത്. എന്നെക്കാളും അറിവുള്ള ഒരാള് മജ്മഉൽ ബഹ്റൈനിൽ ഉണ്ട് എന്ന വിവരം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്തപ്പോ ഉടനെ മൂസാ നബി ചോദിക്കുന്ന ചോദ്യമാണ്, ഐ റബ്ബ് കൈഫ സബീലു ഇലൈഹി, എങ്ങനെയാണ് ആ അടിമയിലേക്ക് എനിക്ക് എത്താൻ കഴിയുക? അങ്ങനെയാണ് ഒരു മീനിനെ എടുത്തിട്ട് ഖിളിർ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അരികിലേക്ക് ചെല്ലാൻ പറയുന്നതും ആ യാത്ര അവർ പ്ലാൻ ചെയ്യുന്നതൊക്കെ. ആ യാത്രക്കിടയിൽ കൂടെയുള്ള യൂഷ ബിൻ നൂനിനോട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്ന വാക്ക് സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ വായിക്കുന്നുണ്ട്. വഇദ് ഖാല മൂസ ലിഫതാഹു ലാ അബ്റഹു ഹത്താ അബ്ലുഗ മജ്മഅൽ ബഹ്റൈൻ ഔ അംദിയ ഹുഖബ. എത്ര ദൂരം സഞ്ചരിക്കാൻ ഞാൻ റെഡിയാണ്. ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ എത്താൻ എത്ര ദൂരം വേണമെങ്കിലും യാത്ര ചെയ്യാൻ ഞാൻ ഒരുക്കമാണ്. എനിക്കറിയാത്ത കുറെ കാര്യങ്ങൾ പഠിക്കാനും അറിയാനുള്ള യാത്രയാണത്. ആ യാത്രയിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ക്ഷീണവും തളർച്ചയും ഒരു പ്രശ്നമായിരുന്നില്ല. അപ്പൊ ആ ഒരു താല്പര്യം മൂസാ നബിക്ക് ഉണ്ടായിരുന്ന ആ ഒരു ആവേശമാണ് അറിവ് പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥിക്കും ഉണ്ടാകേണ്ടത്. അള്ളാഹു അറിവിനെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ഇന്ന് നമ്മുടെ ഫിഖ്ഹിന്റെ ദിവസമാണ്. മൻഹജു സാലിക്കീൻ, ഇമാം സഅദി റഹിമഹുല്ലാഹു തആലയുടെ മൻഹജു സാലിക്കീൻ എന്ന കിതാബിൽ നിന്ന് കിതാബു ത്വഹാറ, ശുദ്ധീകരണം എന്ന അധ്യായമാണ് നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ ദർസിൽ നമ്മളൊരു മുഖദ്ദിമയാണ് പറഞ്ഞു വെച്ചത്. ഒരു ആമുഖം എന്ന നിലക്ക് കിതാബ് നമ്മളൊന്ന് പരിചയപ്പെട്ടു, ഗ്രന്ഥകാരനെ ഒന്ന് പരിചയപ്പെട്ടു, എന്താണ് ഫിഖ് എന്ന് നമ്മൾ പറഞ്ഞു. അതിന്റെ കൂടെ അൽ അഹ്കാമുൽ ഖംസ, നമ്മുടെ ദീനിൽ വരുന്ന 5 വിധികൾ ഒന്ന് നമ്മൾ ചെറിയ നിലക്ക് വിശദീകരിക്കുകയും ചെയ്തു. ഏതായാലും നമ്മൾ നമ്മുടെ ടെക്സ്റ്റിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങളെ കയ്യിലൊക്കെ കിതാബ് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. PDF ഉള്ളവർ PDF തുറക്കുക, പ്രിന്റ് എടുത്തവർ അത് മുന്നിൽ വെച്ചിട്ട് നോക്കുക. അപ്പൊ ഏതായാലും ഇമാം സഅദി റഹിമഹുല്ലാഹു തആല ബസ്മല കൊണ്ടാണ് ഈ കിതാബ് തുടങ്ങുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ടാണ് ഈ കിതാബ് തുടങ്ങുന്നത്. അത് നമ്മുടെ PDF ഉണ്ടാവില്ല, അത് അതിനു മുമ്പുള്ള പേജുകളിലാണ് ഉണ്ടാവുക. അത് ഖുർആന്റെ സുന്നത്തിന്റെ ഒരു ശൈലിയാണ്. ബസ്മല കൊണ്ട് ഒരു കാര്യം തുടങ്ങുക എന്നുള്ളത്. ഇപ്പൊ ഖുർആൻ തുടങ്ങുന്നത് അങ്ങനെയാണല്ലോ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കത്തുകൾ, നബി രാജാക്കന്മാർക്കൊക്കെ അയച്ച കത്തുകളിലൊക്കെ ഉള്ളത് ആ ബസ്മല കൊണ്ടാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ടാണ് ആ കത്തൊക്കെ തുടങ്ങുന്നത്. അപ്പൊ ആ ഖുർആന്റെയും സുന്നത്തിന്റെയും ശൈലി ഫോളോ ചെയ്ത് തന്നെയാണ് ഇമാം സഅദി റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ കിതാബ് തുടങ്ങുന്നത്. ഇനി കിതാബു ത്വഹാറ, ശുദ്ധീകരണം, അതാണ് നമ്മൾ പഠിക്കുന്ന അധ്യായത്തിന്റെ
പേര്. ചില കോപ്പികളിൽ ഫസ്ലുൻ എന്നതിന്റെ മുമ്പുണ്ട്, അഥവാ കിതാബ് ത്വഹാറ എന്ന് പറയുന്നതിന് മുമ്പ് ഫസ്ലുൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ശേഷം പറയാൻ പോകുന്ന ഭാഗങ്ങൾ ചില കോപ്പികളിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ കിതാബിലുള്ള കിതാബ് ത്വഹാറ എന്ന് കഴിഞ്ഞിട്ട് നേരെ ടെക്സ്റ്റിലേക്ക് കടക്കുന്നൊരു രൂപമാണ്. ഏതായാലും ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് കിതാബ് ത്വഹാറയുടെ ചോട്ടിൽ ഇമാം സഅദി റഹിമഹുല്ലാഹു തആല പറയുകയാണ്, ഖാലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസാണ് എടുത്തു കൊടുത്തിട്ടുള്ളത്. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, നമുക്ക് സുപരിചിതമായ ഹദീസാണ്. ബുനിയൽ ഇസ്ലാം, ഇസ്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു, കെട്ടിപ്പടുത്തുയർത്തിയിരിക്കുന്നു. ഇസ്ലാമിനൊരു കെട്ടിടത്തോട് കമ്പയർ ചെയ്തിട്ടാണ് നബി സംസാരിക്കുന്നത്. അലാ ഖംസിൻ, 5 തൂണുകളിലായിട്ട്, 5 റുക്നുകളിലായിട്ട് ഇസ്ലാമിനെ കെട്ടിപ്പടുത്തുയർത്തിയിരിക്കുന്നു. ബന യബ്നി എന്ന് പറഞ്ഞാൽ നിർമ്മിക്കുക എന്നാണ് അർത്ഥം. നിർമ്മിക്കുക. ബുനിയ എന്ന് പറഞ്ഞാൽ നിർമ്മിക്കപ്പെട്ടു അഥവാ കെട്ടി ഉയർത്തപ്പെട്ടു. അപ്പൊ 5 തൂണുകളിലാണ് ഇസ്ലാം കെട്ടി ഉയർത്തപ്പെട്ടിട്ടുള്ളത്. അത് ഇസ്ലാമിന്റെ റുക്നുകളാണ്, ഇസ്ലാമിന്റെ തൂണുകളാണ്. നമ്മൾ മദ്രസയിലൊക്കെ ഇസ്ലാം കാര്യങ്ങൾ എന്ന് പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഇസ്ലാം കാര്യങ്ങൾ 5ആണ്, അവകൾ അറിയൽ ഫർദാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ട് പാടി പഠിച്ച ഒക്കെ ഓർമ്മ ഉണ്ടാവുമല്ലോ അല്ലെ. അപ്പോ ആ 5 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിന്റെ തൂണുകളാണ്. ആ തൂണുകളാണ് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നത്. ഒന്നാമത്തേത് ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഒന്നാമത്തേത് ഷഹാദത്താൻ. ഒന്നാമത്തേത് ഷഹാദത്താൻ, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. വ ഇഖാമിസ് സലാഹ്. രണ്ടാമത്തേത് അങ്ങക്ക് അർത്ഥം പറയാം. വ ഇഖാമിസ് സലാഹ് എന്താണ്? നമസ്കാരം കൃത്യമായി നിസ്കരിക്കാം. നിസ്കാരം നിലനിർത്തലാണ്, നിസ്കാരം മുറപ്രകാരം നിർവഹിക്കലാണ്. വ ഈതാഇസ് സകാത്ത്. മൂന്നാമത്തേത് സക്കാത്ത് കൊടുത്തു വിട്ടലാണ്. വ ഹിജ്ജിൽ ബൈത്തി. നാലാമത്തേത് ഹജ്ജ് ചെയ്യുക. അഞ്ചാമത്തെ വസൗമി റമദാൻ. അഥവാ ഇതില് ആ ഓർഡർ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടാണ് വന്നിട്ടുള്ളത്. ചില റിവായത്തുകൾ അങ്ങനെ വന്നിട്ടുണ്ട്. എന്നാൽ ശരിക്കുള്ള ഓർഡർ നോമ്പ് കഴിഞ്ഞിട്ട് ഹജ്ജ് എന്നതാണ്. അപ്പൊ ഏതായാലും ഈ 5 കാര്യങ്ങൾ, റമദാനിലെ നോമ്പ്, ഹജ്ജ്, സക്കാത്ത്, നിസ്കാരം, ഷഹാദത്ത്, ഈ 5 കാര്യങ്ങൾ ഇസ്ലാമിന്റെ 5 റുക്നുകളാണ്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന 8ാമത്തെ ഹദീസാണ്. സഹീഹ് മുസ്ലിമിലെ 16ാമത്തെ ഹദീസുമാണ്. ഈ ഹദീസ് കഴിഞ്ഞതിന് ശേഷം മുത്തഫഖുൻ അലൈഹി എന്ന് അവിടെ കൊടുത്ത് നിങ്ങൾ കണ്ടില്ലേ? എന്താണ് മുത്തഫഖുൻ അലൈഹി കൊണ്ടുള്ള ഉദ്ദേശം? ഇമാം ബുഖാരി റഹിമഹുല്ലയും ഇമാം മുസ്ലിം റഹിമഹുല്ലയും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസുകൾക്കാണ് മുത്തഫഖുൻ അലൈഹി ആയ ഹദീസ് എന്ന് പറയുക. അപ്പൊ നമ്മൾ ശരിക്കും പഠിക്കുന്നത് ഫിഖ് ആണല്ലോ, ശരിക്കും ഫിഖ് ആണ് നമ്മൾ പഠിക്കുന്നത്. എന്നാൽ ഇമാം സഅദി റഹിമഹുല്ലാഹു തആല ആദ്യം ഈ ഒരു ഹദീസാണ് അദ്ദേഹത്തിന്റെ കിതാബിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അത് ഫിഖിന്റെ ഗ്രന്ഥങ്ങളുടെ ഒരു ശൈലി കൂടിയാണ്. ചില ഇമാമുമാരൊക്കെ അവരുടെ ഗ്രന്ഥങ്ങൾ തുടങ്ങുന്നത് ഈ ഹദീസ് കൊണ്ടായിരിക്കും. കാരണം ഈ ഒരു ഹദീസിന്റെ ഓർഡറിലാണ് പിന്നീട് അവർ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. അതേ ഷഹാദത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളത് നമ്മുടെ അഖീദയുടെ ഭാഗമാണ്, വിശ്വാസത്തിന്റെ ഭാഗമാണ്. ആ വിശ്വാസം ക്ലിയർ ആയിട്ട് ബാക്കിയുള്ളത് ചെയ്തിട്ടേ കാര്യമുള്ളൂ. പിന്നെ വരുന്നത് സലാത്ത്, നിസ്കാരം, അതാണല്ലോ ഒന്നാമത്തേത്. പിന്നെ സക്കാത്ത്, പിന്നെ നോമ്പ്, പിന്നെ ഹജ്ജ്. ആ ഒരു ക്രമത്തിലായിരിക്കും ഫിഖിന്റെ ഗ്രന്ഥങ്ങൾ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഫിഖിന്റെ ഗ്രന്ഥങ്ങളുടെ ഒരു ശൈലിയായിട്ട് ആദ്യം അവർ ഈ ഹദീസ് കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഷെയ്ഖ് അബ്ദുല്ലാഹിബിൻ അബ്ദുറഹ്മാൻ ജിബ്രീൻ റഹിമഹുല്ല അദ്ദേഹം പറയുന്നുണ്ട്, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും ഇതേപോലത്തെ ഒരു ശൈലി നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഇമാം ബുഖാരി റഹിമഹുല്ലാഹു തആലയുടെ സഹീഹ്, ഇമാം ബുഖാരിയുടെ സഹീഹിൽ 1ാമത്തെ ബാബ് കൈഫ കാന ബദ്ഉൽ വഹി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എങ്ങനെയാണ് വഹി തുടങ്ങിയത്, അതാണ് ഇമാം ബുഖാരി റഹിമഹുല്ലാഹു തആലയുടെ സഹീഹിലെ 1ാമത്തെ ബാബ്. അതുപോലെ തന്നെ
പിന്നെയാണ് കിതാബുൽ ഈമാൻ. ശേഷം കിതാബുൽ ഈമാനാണ്, പിന്നെ കിതാബുൽ ഇൽമാണ്, അതും കഴിഞ്ഞിട്ടാണ് കിതാബുൽ വുദു. വുദു എന്ന അധ്യായം ഇമാം ബുഖാരി റഹിമഹുല്ലാഹു തആല കൊണ്ടുവരുന്നത്. പിന്നെ നിസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്, അങ്ങനെ പോകുന്നു. ഈ സഹീഹ് മുസ്ലിം എടുത്താലും ഇമാം മുസ്ലിം റഹിമഹുല്ലാഹു തആലയുടെ കിതാബ് എടുത്താലും ആദ്യം വരുന്നത് കിതാബുൽ ഈമാനാണ്. കിതാബുൽ ഈമാൻ. ആ കിതാബുൽ ഈമാൻ കഴിഞ്ഞിട്ട് പിന്നെയാണ് കിതാബു ത്വഹാറ സഹീഹ് മുസ്ലിമിൽ വരുന്നത്. അപ്പൊ ആദ്യം അഖീദയുടെ ഒരു ഭാഗം, വിശ്വാസത്തിന്റെ ഒരു ഭാഗം പറയുക എന്നത് ഇമാംമാരുടെ ഒരു ശൈലിയാണ്. അതുപോലെ തന്നെ അതിനുശേഷം പിന്നെ നിസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്, ആ ഒരു ക്രമത്തിൽ അവര് ആ ഫിഖിന്റെ ഗ്രന്ഥങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യും. ഇപ്പൊ മൻഹജു സാലിക്കിനൊക്കെ ആ ഒരു തർത്തീബിൽ, ആ ഒരു ഓർഡറിലാണ് ഉള്ളത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഏതായാലും ഇസ്ലാമിന്റെ 5 തൂണുകളെ പറ്റിയിട്ടാണ് ഈ ഹദീസ് നമ്മളോട് സംസാരിക്കുന്നത്. ആ 5 തൂണുകളും ഒരാൾ അംഗീകരിച്ചാലേ അയാൾക്ക് മുസ്ലിം ആകാൻ പറ്റുള്ളൂ. ഒരാൾ പറയുന്നത് എല്ലാം ഞാൻ അംഗീകരിക്കും, റമദാന്റെ നോമ്പ് നിർബന്ധം എന്നുള്ളത് ഞാൻ അംഗീകരിക്കൂല എന്ന് പറഞ്ഞാൽ ഇസ്ലാം ശരിയായിട്ടില്ല. 5 തൂണുകളുണ്ട്. ആ 5 തൂണുകളിൽ ഒരു തൂണായിട്ട് തട്ടിക്കളഞ്ഞാല് പിന്നെ ആ ബിൽഡിങ്ങിന് എന്തുണ്ടാവില്ല, നിലനിൽപ്പുണ്ടാവുകയില്ല. ഓക്കെ. ഇനി ശേഷം ഇമാം സഅദി റഹിമഹുല്ലാഹു തആല ഷഹാദത്തിനെ ജസ്റ്റ് ഒന്ന് വിശദീകരിക്കുകയാണ്. ചെറിയ രൂപത്തിലാണ്. നമ്മൾ പറഞ്ഞു ഇത് ഫിഖിന്റെ ഗ്രന്ഥമാണ്, അതുകൊണ്ട് തന്നെ ഷഹാദത്ത് എന്നുള്ളത് അഖീദയുടെ ഭാഗമായതുകൊണ്ട് അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ ഈ കിതാബിൽ പറയൂല. ഇത് പൊതുവെ ഒന്ന് മൻഹജു സാലിക്ക് എന്നുള്ളത് വളരെ ഷോർട്ടായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു ശൈലിയാണ് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഷഹാദത്തിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു വിശദീകരണമാണ് ഇമാം സഅദി റഹിമഹുല്ലാഹു തആല ഇവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്തൊരു മസ്അലയായിട്ട് ഇമാം സഅദി കൊടുത്ത ആ ഒരു വരി ശ്രദ്ധിക്കുക. ഫശഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇനി ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞാൽ ഇൽമുൽ അബ്ദി, ഒരു അടിമ അറിയലാണ്, വഅ്തിഖാദിഹി അവനത് ഉറച്ച് വിശ്വസിക്കലാണ്, വൽതിസാമിഹി അവനത് മുറുകെ പിടിക്കലാണ്, അന്നഹു ലാ യസ്തഹിഖുൽ ഉലൂഹിയ്യത വൽ ഉബൂദിയ്യത ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ്. ആരാധനക്കർഹനായിട്ടുള്ളവൻ അള്ളാഹു മാത്രമാണ്. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടാൻ ഒരാളുമില്ല, അള്ളാഹുവിനൊരു പങ്കുകാരനുമില്ല എന്നൊരു അടിമ അറിയലാണ്, അവനത് ഉറച്ച് വിശ്വസിക്കലാണ്, അത് മുറുകെ പിടിക്കലാണ്. ഇതൊന്നും നമ്മൾ വിശദമായിട്ട് പറഞ്ഞു പോകുന്നില്ല കേട്ടോ. നിങ്ങൾ നവാഖിദ് ഇസ്ലാം പഠിക്കുന്ന ആൾക്കാരാണ്. ഇൻഷാ അല്ലാഹ് അഖീദയുടെ ഭാഗത്ത് നിങ്ങൾ അത് വിശദമായിട്ട് പഠിക്കുകയും ചെയ്യും. അപ്പൊ ശരിക്കും അറിയുക, ശരിക്കും വിശ്വസിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം ജസ്റ്റ് ഒന്ന് പറയാം. എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം? അള്ളാഹു അല്ലാതെ ഒരു സ്രഷ്ടാവും ഇല്ല എന്നാണോ? അള്ളാഹു അല്ലാതെ മറ്റൊന്നും ഇല്ല എന്നാണോ? ആരാധനക്കർഹനായി മറ്റാരുമില്ല. അഹ്സൻതും അഹ്സൻതും. ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായിട്ട് വേറൊരാളുമില്ല. ആരാധന്മാര് പലരും ഉണ്ടാവും. ജനങ്ങൾ പല മനുഷ്യന്മാരെ ആരാധിക്കുന്നുണ്ടാകും, ഖബറുകൾ ആരാധിക്കുന്നുണ്ടാകും, ഔലിയാക്കൾ ആരാധിക്കുന്നുണ്ടാകും, ഇങ്ങനെ പലരെയും ആരാധിക്കുന്നുണ്ടാകും. പക്ഷെ ആരാധനക്ക് അർഹനായിട്ടുള്ളവൻ അള്ളാഹു മാത്രമാണ്. ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. ആരാധനക്ക് അർഹനായിട്ടുള്ളവൻ അള്ളാഹു മാത്രമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. ഒന്ന്, ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല, അഥവാ അള്ളാഹുവിന് പുറമെയുള്ള മുഴുവൻ ആരാധ്യന്മാരെയും നമ്മൾ എന്ത് ചെയ്യാണ്? നിഷേധിക്കണം. അവരാരും ആരാധനക്കർഹരല്ല. എന്നിട്ട് രണ്ടാമത് ഇല്ലല്ലാഹ്, അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹനായിട്ടുള്ളവൻ എന്ന് നമ്മൾ സ്ഥിരപ്പെടുത്തുകയാണ്. അപ്പൊ ഇത് രണ്ടും ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വരുന്നുണ്ട് എന്ന് ചുരുക്കം. അപ്പൊ അതാണ് ഷഹാദത്തിന്റെ അർത്ഥം. ഇനി ഇമാം സഅദി റഹിമഹുല്ലാഹു തആല പറയാണ്, ഒരാൾ ഈ ഷഹാദത്ത് ഇങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, ഒരാൾ ഈ ഷഹാദത്ത് ശരിയായ നിലക്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഫയൂജിബു ദാലിക അലൽ അബ്ദി, പിന്നെ അങ്ങനെ ഷഹാദത്ത് അംഗീകരിച്ച ഒരാൾക്ക് നിർബന്ധമാവുകയാണ് ഇഖ്ലാസ ജമീഇദ്ദീനി ലില്ലാഹി തആല, മുഴുവനായിട്ടും അള്ളാഹുവിന് വേണ്ടിയിട്ട് ചെയ്യുക. എന്ത് ഇബാദത്ത് അവൻ ചെയ്യുകയാണെങ്കിലും അത് അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കുക എന്നത് ഈ ഷഹാദത്ത് അംഗീകരിച്ച ഒരാൾക്ക് നിർബന്ധമായി എന്നുള്ളതാണ്. വഅൻ തകൂന ഇബാദാതുഹു അദ്ദാഹിറതു വൽബാതിനതു കുല്ലുഹു ലില്ലാഹി വഹ്ദ, അവന്റെ പ്രത്യക്ഷമായ ഇബാദത്തുകളായാലും ഉള്ളിലുള്ള ആന്തരികമായ ഇബാദത്തുകളായാലും
അതൊക്കെ അള്ളാഹുവിന് മാത്രമാക്കും. വഅല്ലാ യുശ്രിക ബിഹി ശൈഅൻ ഫി ജമീഇ ഉമൂരിദ്ദീൻ. ദീനിന്റെ ഒരു കാര്യത്തിലും അവൻ എന്ത് ചെയ്യില്ല, അള്ളാഹുവിന്റെ കൂടെ വേറൊരാളെയും പങ്കു ചേർക്കുകയില്ല. നമ്മളിത് വേഗത്തിൽ വായിച്ചു പോകുന്നതിൽ നിങ്ങൾക്ക് ബേജാറ് വേണ്ടട്ടോ. നമ്മളെ വിഷയം ത്വഹാറത്ത് ആയതുകൊണ്ട് ത്വഹാറത്തിന്റെ ആ ഭാഗത്തെത്തുമ്പോൾ നമ്മൾ ഇൻഷാ അല്ലാഹ് സാവകാശം പോകും. ഇത് ജസ്റ്റ് ഒരു ആമുഖം എന്ന നിലയ്ക്ക് ഇമാം സഅദി റഹിമഹുല്ലാഹു തആല അഖീദയുടെ പ്രാധാന്യം പറയുന്ന ഭാഗമായതുകൊണ്ട് പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുക എന്നുള്ള നിലക്കാണ് കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോ പ്രത്യക്ഷമായ ഇബാദത്തുകളുണ്ട്, ആന്തരികമായ ഇബാദത്തുകളുണ്ട്, ബാഹ്യമായ ഇബാദത്തുകളുണ്ട്, ആന്തരികമായ ഇബാദത്തുകളുണ്ട് അല്ലെ. അവാഹിറ എന്ന് പറഞ്ഞാൽ ബാഹ്യമായതാണ്, അഥവാ വേറൊരാൾക്ക് കാണാൻ കഴിയുന്ന ഇബാദത്ത്. അതിന് ഉദാഹരണങ്ങൾ പറയാൻ പറ്റുമോ? നമസ്കാരം. അഹ്സൻ, നമസ്കാരം അല്ലെ, നമ്മൾ നിസ്കരിക്കുന്ന വേറൊരാൾക്ക് കാണാൻ പറ്റും. പിന്നെ സക്കാത്ത്, ഖുർആനോത്ത് അല്ലെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഈ നോമ്പ് എന്നുള്ളത് അല്ലാഹു ആലം ഷെയ്ഖ് ജിബ്രീൻ റഹിമുള്ളക്ക് അത് ബാത്തിനായ ഇബാദത്തുകളിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അഥവാ നമുക്ക് നോമ്പുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞാലല്ലേ ഒരാൾക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോ അതിനെ ബാത്തിനായ ഇബാദത്തുകളുടെ കൂട്ടത്തിലാണ് ഷെയ്ഖ് ജിബ്രീൻ റഹിമുള്ളക്ക് എണ്ണിയത് നമ്മൾ കാണുന്നത്. ഓക്കെ, ആന്തരികമായ ഇബാദത്ത്, ഉള്ളിലുള്ള ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? അള്ളാഹുവിനോടുള്ള സ്നേഹം, അള്ളാഹുവിനോടുള്ള ഇഷ്ടം, അള്ളാഹുവിനെ പറ്റിയിട്ടുള്ള പേടി, പ്രതീക്ഷ, തവക്കുൽ, ഇതൊക്കെ എന്തിൽ പെടും? ആന്തരികമായ അൽ ബാത്തിന എന്ന് പറഞ്ഞ ഗണത്തിൽ പെടും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത്, ഈ ഷഹാദത്ത് പ്രഖ്യാപിച്ച ഒരാൾ ബാഹ്യമായ ഇബാദത്തുകളായാലും ആന്തരികമായ ഇബാദത്തുകളായാലും അത് മുഴുവൻ അള്ളാഹുവിന് മാത്രം നൽകുന്നവനായിരിക്കും. അള്ളാഹുവിന്റെ കൂടെ അവൻ വേറൊരാളെയും വിളിച്ച് പ്രാർത്ഥിക്കുകയില്ല. അള്ളാഹുവിനെ പേടിക്കുന്ന പോലെ വേറൊരാളെയും അവൻ പേടിക്കുകയില്ല. അള്ളാഹുവിനെ സ്നേഹിക്കുന്ന പോലെ വേറൊരാളെയും അവൻ സ്നേഹിക്കുകയില്ല. അള്ളാഹുവിന്റെ മുമ്പിൽ അല്ലാതെ അവൻ സുജൂദ് ചെയ്യുകയില്ല. അള്ളാഹുവിന് വേണ്ടിയിട്ടല്ലാതെ അവൻ റുക്കൂ ചെയ്യുകയില്ല. അപ്പൊ ഇവിടെ ഇഖ്ലാസ് ജമീഅദ്ദീനി ലില്ലാഹി തആല എന്ന് പറയുമ്പോൾ അറിവ് പഠിക്കുന്ന നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ആ ഇഖ്ലാസ് ഇല്ല എങ്കിൽ വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല. അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള കൂലിയും അവന്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലവുമാണ് ഈ ഇരുത്തത്തിനൊക്കെ നമ്മൾ കൊതിക്കേണ്ടതും പ്രതീക്ഷിക്കേണ്ടതും. നമ്മളിങ്ങനെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഒരു മൊബൈലൊക്കെ പിടിച്ച് ഇമാം സഅദിയുടെ മൻഹജ് സാലിക്കിനൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നരുത് ബാക്കിയുള്ളവരൊന്നും പോരാ, ഞാൻ കുറച്ച് ഉഷാറാണ്, പോരയിൽ ബാക്കിയുള്ളവരൊക്കെ വേറെ പണിയെടുക്കുമ്പോൾ ഒരു കിടന്നുറങ്ങുമ്പോൾ ഞാൻ അങ്ങോട്ട് ഇൽമ് പഠിക്കാൻ വേണ്ടിയിട്ട് മാറിയിരിക്കുന്ന വലിയൊരു സംഭവമാണ് നമുക്ക് തോന്നിയാൽ കഴിഞ്ഞു. അപ്പൊ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള കൂലി എന്ത് ചെയ്യുക? നമ്മൾ പ്രതീക്ഷിക്കുക. ഇപ്പൊ നമ്മളെ ഉള്ളിലുള്ളത് എന്താന്ന് അറിയാൻ വേറൊരാൾക്ക് കഴിയൂല. നമ്മളിങ്ങനെ പഠിക്കാനിരിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്, നമ്മൾ കൊതിക്കുന്നത് എന്താണ് എന്ന് നമ്മളെ കാണുന്ന ഒരാൾക്ക് അറിയൂലല്ലോ. എന്നാൽ നമ്മുടെ ഉള്ളറിയുന്നവനാണ് നമ്മുടെ റബ്ബ്. ആ റബ്ബിൽ നിന്ന് നമുക്ക് മറക്കാൻ പറ്റൂല. അപ്പൊ ആ ഇഖ്ലാസ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. നാളെ ആഖിറത്തിൽ നരകത്തിലേക്ക് ആദ്യം വലിച്ചെറിയപ്പെടുന്ന മൂന്നാൾക്കാരെ പറഞ്ഞപ്പോ ഒന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത് റജുലുൻ ജമഅൽ ഖുർആൻ എന്നാ പറഞ്ഞത്. ഖുർആൻ പഠിച്ച ആളെയാണ് ആദ്യം നരകത്തിലേക്ക് വലിച്ചെറിയുന്നത്. കാരണം എന്താ? മൂപ്പര് ഖുർആൻ പഠിച്ചത് എന്തിനാണ്? റജുലുൻ ഖാരി, ഫുലാനുൻ ഖാരി, നല്ല ഉഷാറായിട്ട് ഖുർആൻ ഓതുന്ന ആളാണെന്ന് നാട്ടുകാർ പറയണം, ജനങ്ങൾ പറയണം. അത് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കിവിടെ ഒന്നുമില്ല, ഈ ദുനിയാവിൽ വെച്ചിട്ട് നിനക്ക് അതിനൊക്കെയുള്ള അംഗീകാരം കിട്ടിയിട്ടുണ്ട്, ഇവിടെ ആഖിറത്തിൽ നിനക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അള്ളാഹും മലക്കുകളും ആ മനുഷ്യനെ കളവാക്കുന്നതും നിഷേധിക്കുന്നതും ഒക്കെ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാൻ പറ്റും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ 100% ഇഖ്ലാസോട് കൂടിയിട്ടായിരിക്കണം നമ്മുടെ ഈ ദർസുകളിൽ ഇരിക്കേണ്ടത് എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. ഓക്കെ, ശേഷം ഷെയ്ഖ് പറയാണ്, വഹാദ അസ്ലു ദീനി ജമീഇൽ മുർസലീൻ വഅത്ബാഇഹിം. ഇതാണ്, അഥവാ ഈ തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് എല്ലാ റസൂലുമാരുടെയും എല്ലാ മുർസലീങ്ങളുടെയും ദീനിന്റെ അടിസ്ഥാനം. എല്ലാവരും പറഞ്ഞത് തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് കമാ ഖാല തആല. അതിനൊരു തെളിവ് കൂടി ഇമാം സഅദി റഹിമഹുല്ലാഹു തആല എടുത്തു കൊടുക്കുന്നു. സൂറത്തുൽ അംബിയയിലെ 25-ാമത്തെ ആയത്താണ്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. ഞാനല്ലാതെ ആരാധനക്കർഹനായിട്ട് വേറൊരാളും ഇല്ല എന്നും നിങ്ങൾ എന്നെ ആരാധിക്കണമെന്നുമുള്ള വഹി കൊടുത്തിട്ടല്ലാതെ ഒരു നബിയെയും ഒരു മുർസലിനെയും എന്ത് ചെയ്തിട്ടില്ല? അള്ളാഹു അയച്ചിട്ടില്ല എന്നാണ് ആ ആയത്തിലൂടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നത്. ഓക്കെ, അപ്പൊ റസൂൽ എന്ന് പറഞ്ഞാൽ ദൂതനാണ്.
ഒരു രാജാവ് അയാളുടെ കത്ത് ഒരാളുടെ കയ്യിൽ കൊടുത്തേക്കുന്നു വേറൊരു രാജാവിന്റെ അടുക്കലേക്ക്. അപ്പൊ ആ കത്താണ് റിസാലത്ത്, ആ കത്താണ് മെസ്സേജ്, അതിനാണ് റിസാലത്ത് എന്ന് പറയുക. ഈ കത്ത് കൊടുക്കാൻ ഏൽപ്പിക്കപ്പെട്ട ആള് അയാളാണ് മുർസൽ, അയക്കപ്പെടുന്നവൻ. കത്ത് അയച്ചവൻ മുർസിലാണ്, കത്ത് അയച്ചവൻ മുർസിലാണ്. കത്ത് ഏറ്റെടുത്ത് അത് എത്തിച്ചു കൊടുക്കാൻ ഏൽപ്പിക്കപ്പെട്ട ആള് മുർസലാൻ. ആ കത്ത് റിസാലത്താൻ. ആർക്കാണോ കത്തുള്ളത് അവർ മുർസൽ ഇലൈഹിയാണ്. അപ്പൊ ഏതായാലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുർസലാണ്, അള്ളാഹു അയച്ച ആളാണ്, അള്ളാഹു മുർസിലാണ്. റിസാലത്ത് ഈ ശരീഅത്താണ്, നമ്മുടെ ഈ ദീനാണ് റിസാലത്ത്. മുർസൽ ഇലൈഹിം അത് ഈ ഉമ്മത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയക്കപ്പെട്ടിട്ടുള്ളത് ഈ ഉമ്മത്തിലേക്കാണ്. അപ്പോ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അതിനു മുമ്പുള്ള നബിമാരെയും ഒക്കെ അള്ളാഹു അയച്ചിട്ടുള്ളതിന്റെ മുഖ്യമായ ലക്ഷ്യം തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ഒന്നാമത്തെ റസൂൽ മുതൽ അവസാനത്തെ റസൂൽ വരെ അവരുടെ ഉമ്മത്തിനോട് ആദ്യം പറഞ്ഞ സംഗതിയും ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയായിട്ട് ബാക്കിയൊക്കെ ശരിയായിട്ട് കാര്യമുള്ളൂ. ഇവിടെ ഇമാം സഅദി റഹിമഹുല്ലാഹു തആല ആദ്യം പറയുന്നത് എന്താണ്? ഷഹാദത്താണ്. അത് ക്ലിയർ ആണെങ്കിൽ പിന്നെ നിസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തും ഒക്കെ ചെയ്തിട്ട് കാര്യമുള്ളൂ. അതല്ല എങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. മുആദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് നാട്ടിലേക്ക് അയച്ചത്? മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക് പ്രബോധകനായിട്ട് അയക്കുകയാണ്. ആ യാത്രയപ്പൊക്കെ ഭയങ്കര സംഭവമാണ്, വൈകാരികമായ രംഗങ്ങളാണ് അതൊക്കെ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹു അയക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, ഇന്നക അസ അല്ലാ തൽഖാനി ബഅദ ആമി ഹാദാ ലഅല്ലക തമുറു ബിമസ്ജിദി ഹാദാ വഖബ്രി. മുആദ്, ഇത് അവസാനത്തെ കൂടിക്കാഴ്ചയാകാം. ഇനി ഒരിക്കൽ കൂടി നിനക്ക് നിന്റെ റസൂലിനെ കാണാൻ കഴിയണമെന്നില്ല, ഇനി നമ്മൾ വീണ്ടും സംസാരിക്കണം എന്നില്ല. ഒരു സഹാബിക്ക് ഒരിക്കലും താങ്ങാൻ കഴിയാത്ത വർത്താനാണ്. കാരണം നബി ഇല്ലാത്ത നാട്, നബി ഇല്ലാത്ത മദീന എന്നൊക്കെ പറഞ്ഞാല് സഹാബിമാർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സംഭവമാണ്. അപ്പൊ മുആദ് റളിയല്ലാഹു പൊട്ടിക്കരഞ്ഞു എന്നാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനിപ്പിച്ചിട്ട് യാത്ര പുറപ്പെടാൻ പറയാൻ. അപ്പൊ ആ വേദനയൊക്കെ കടിച്ചമർത്തിയിട്ട് അവര് യമനിലേക്ക് യാത്ര തിരിക്കാൻ. അത് നബി പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ സംഭവിക്കുന്നത്. പിന്നെ മുആദ് റളിയല്ലാഹു അൻഹു മടങ്ങി വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല, നീ എന്റെ ഖബറിന്റെ അരികിലൂടെ പള്ളിക്കരികിലൂടെ ആയിരിക്കും വരിക എന്ന് പറഞ്ഞത്. അത് അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. അപ്പൊ അത്രക്ക് വേദന സഹിച്ചിട്ടും സങ്കടം കടിച്ചമർത്തിയിട്ടും അവര് പോയത് ദീൻ എത്താത്ത ഇടങ്ങളിൽ ദീൻ എത്തണം എന്നുള്ള അങ്ങേയറ്റത്തെ താല്പര്യവും ആ വലിയ ലക്ഷ്യവും ഏറ്റെടുത്തുകൊണ്ടായിരുന്നു. അപ്പൊ അവിടെ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഉദ്ഉഹും ഇലാ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന 1395 ഹദീസാണ്. ആദ്യം അവരെ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് വിളിക്കണം, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഫഇൻഹും അതാഉ ലിദാലിക്, അത് അവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ, അതിൽ അവർ ഓക്കെ ആണ് എങ്കിൽ, ഫഅലിംഹും അന്നല്ലാഹ ഖദ് ഇഫ്തറദ അലൈഹിം 5 സ്വലവാത്തിൻ ഫീ കുല്ലി യൗമിൻ വലൈല. പിന്നെ 5 നേരത്തെ നിസ്കാരത്തെ പറ്റിയിട്ട് പറയാം. അത് ഓക്കെ ആണെങ്കിൽ പിന്നെ സക്കാത്തിനെ പറ്റിയിട്ട് പറയാനാണ്. അപ്പൊ ആദ്യം പറയേണ്ടത് തൗഹീദാണ്. തൗഹീദ് ക്ലിയർ അല്ല എങ്കിൽ പിന്നെ ഒരാൾ കുറെ നിസ്കരിച്ചിട്ട് എന്താ കാര്യം, ഒരാള് കുറെ നോമ്പെടുത്തിട്ട് എന്താ കാര്യം, സക്കാത്ത് കൊടുത്തിട്ട് എന്താ കാര്യം? അതുകൊണ്ട് കാര്യമില്ല. അപ്പോ അതാണ് ഇവിടെ ഇമാം സഅദി റഹിമഹുല്ലാഹു തആല പറയുന്നത്, ഇതാണ് എല്ലാ നബിമാരുടെയും അവരെ പിൻപറ്റിയ ആൾക്കാരുടെയും ദീനിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് തൗഹീദാണ്. ഓക്കെ. ശേഷം അടുത്തൊരു മസ്അലയായിട്ട് ഇമാം സഅദി റഹിമഹുല്ലാഹു തആല പറയാണ്, വശഹാദതു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഷഹാദത്തിന്റെ രണ്ടാമത്തെ പാർട്ട് ചെറിയ നിലക്ക് വിശദീകരിക്കുകയാണ്. അൻ യഅതഖിദ അൽഅബ്ദു അന്ന അല്ലാഹ അർസല മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ജമീഇ സഖലൈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു നിയോഗിച്ചിട്ടുള്ളത് ജിന്നുകളിലേക്കും മനുഷ്യരിലേക്കുമാണ്. ഈ രണ്ട് വിഭാഗങ്ങളിലേക്കും അയക്കപ്പെട്ട റസൂലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് ഒരാൾ വിശ്വസിക്കൽ ഷഹാദത്തു അന്ന മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ഭാഗമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് നമ്മൾ അംഗീകരിക്കുമ്പോൾ ആ അംഗീകാരത്തിന്റെ ഭാഗമാണ്, ആ വിശ്വാസത്തിന്റെ ഭാഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കുമുള്ള റസൂലാണ്, മനുഷ്യന്മാരിലേക്ക് മാത്രമുള്ള റസൂലല്ല. ബഷീറൻ വ നദീറ, സന്തോഷ വാർത്ത അറിയിക്കുന്നവനായിട്ടും താക്കീതുകാരനായിട്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നിട്ടുള്ളത്. ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിന്നുകളിലേക്ക് കൂടിയുള്ള റസൂലാണെന്നുള്ളതിനുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറയിൽ കാണാൻ പറ്റും.
ചരിത്രത്തിൽ ഒരു രാത്രിയുണ്ട്. ലൈലത്തുൽ ജിന്ന് എന്നാണ് ആ രാത്രി അറിയപ്പെടുന്നത്. ലൈലത്തുൽ ജിന്ന്. എന്താ ലൈലത്തുൽ ജിന്ന് എന്ന് പറഞ്ഞാൽ? ജിന്നുകളുടെ രാത്രി. ജിന്നുകളുടെ രാത്രി. ഇമാം മുസ്ലിം റഹിമുള്ള റിപ്പോർട്ട് ചെയ്യുന്ന 450 ഹദീസാണ്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ് ആ രാത്രിയെ പറ്റിയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. അഥവാ ഒരു രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിത കാലഘട്ടത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. ഒരു രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനില്ല. സഹാബിമാര് നബിയെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ബേജാറും ടെൻഷനും എത്രയായിരിക്കും. അവരെല്ലായിടത്തും തപ്പാൻ കഴിയുന്നിടത്തൊക്കെ തപ്പി, തിരയാൻ പറ്റുന്നിടത്തൊക്കെ അവര് തെരഞ്ഞു. താഴ്വരകളിൽ നോക്കി, മലമ്പ്രദേശങ്ങളിൽ നോക്കി, എവിടെയും നബിയെ കാണുന്നില്ല. അന്വേഷിച്ചു, ഒരു വിവരമില്ല. ഇനി ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തട്ടിക്കൊണ്ടുപോയോ, മക്കക്കാരെങ്ങാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിച്ചു കളഞ്ഞോ എന്ന് വരെ ഒരു പേടിച്ചു. കാരണം നബിന്റെ മക്ക ജീവിതകാലം നമുക്ക് അറിയാലോ, ശത്രുക്കൾക്ക് നബിയോടുള്ള ദേഷ്യവും വെറുപ്പും എത്രയാണ്. അപ്പോൾ അങ്ങനെ വരെ പേടിച്ചു എന്ന് പറഞ്ഞത്. ആ രാത്രി സഹാബിമാർക്ക് കിടന്നിട്ട് ഉറക്കം കിട്ടുന്നില്ല. വല്ലാത്തൊരു രാത്രിയായിട്ടാണ് സഹാബിമാർ ആ രാത്രിയെ പറ്റിയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. അങ്ങനെ അടുത്ത ദിവസം നേരം വെളുത്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ട് ഹിറായുടെ ഭാഗത്ത് നിന്ന്, ഹിറാ ഗുഹയുടെ ഭാഗത്ത് നിന്ന് നടന്നു വരുന്നു. അപ്പൊ സഹാബിമാർ ഓടിച്ചെന്നു, ചോദിച്ചു എവിടെയായിരുന്നു? നമ്മളാകെ പേടിച്ചു, ബേജാറായിപ്പോയി, നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ, എവിടൊക്കെ നമ്മൾ തെരഞ്ഞു, നിങ്ങൾക്ക് എന്താ പറ്റിയത്, എന്താ സംഭവിച്ചത്? അപ്പൊ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അതാനി ദാഇൽ ജിന്നി, ജിന്നുകളുടെ കൂട്ടത്തിലെ ഒരു പ്രതിനിധി എൻ്റെ അടുത്ത് വന്നിരുന്നു. ഫദഹബ്തു മഅഹു ഫഖറഅതു അലൈഹിമുൽ ഖുർആൻ, ഞാൻ അവരുടെ കൂടെ ചെന്നു, ഞാൻ ജിന്നുകൾക്ക് ഖുർആൻ ഓതി കൊടുത്തു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരെയും കൂട്ടിയിട്ട് അവരുടെ കൂടെ ഒരുമിച്ചിരുന്ന ആ സ്ഥലത്തേക്ക് പോയി. അപ്പൊ അവരുടെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ സഹാബിമാര് കണ്ടു. ഞാൻ വസഅലുഹു സാദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ ചോദിച്ചു എന്താണ് അവരുടെ ഭക്ഷണം. അപ്പോഴാണ് നബി പറഞ്ഞത്, എല്ലുകൾ, നിങ്ങൾ ബിസ്മില്ലാ എന്ന് ചൊല്ലിയിട്ട് കഴിച്ച മാംസത്തിന്റെ എല്ലുകൾ ഉണ്ടല്ലോ, ആ എല്ലുകൾ, അത് മാംസം പൂർണ്ണമായ നിലക്ക് തന്നെ എന്ത് ചെയ്യും, ജിന്നുകൾക്ക് കിട്ടും. ആ എല്ലുകളാണ് അവരുടെ ഭക്ഷണം. എല്ലുകൾ എന്ന് പറഞ്ഞാൽ എല്ല് തിന്നുന്നല്ല, എല്ല് ഇറച്ചിയുള്ള രൂപത്തിലാണ് അവർക്ക് അള്ളാഹു കൊടുക്കുക. അപ്പൊ അതാണ് അവരുടെ ഭക്ഷണം. അതുപോലെ തന്നെ നിങ്ങളുടെ മൃഗങ്ങളുടെ കാഷ്ടമാണ് അവരുടെ മൃഗങ്ങളുടെ ഭക്ഷണം എന്നും അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാർക്ക് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് നബി പറഞ്ഞതാണ്, ഫലാ തസ്തൻജു ബിഹിമാ ഫഇന്നഹുമാ തുആമു ഇഖ്വാനിക്കും, ആ എല്ലുകൾ കൊണ്ടും അതുപോലെ തന്നെ മൃഗങ്ങളുടെ കാഷ്ടം കൊണ്ടും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ശൗച്യം ചെയ്യാൻ പാടില്ല. ഒരാൾക്ക് ശൗച്യം ചെയ്യുമ്പോൾ കല്ലുപയോഗിക്കാലോ. അപ്പൊ കല്ലുപയോഗിക്കുന്ന പോലെ എല്ലുപയോഗിക്കാൻ പറ്റൂല. എല്ലുപയോഗിക്കാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം ഇതാണ്, അത് ജിന്നുകളുടെ ഭക്ഷണമാണ്. അതുപോലെ തന്നെ ഈ ഉണങ്ങിയ കാഷ്ടം, ഒട്ടകത്തിനൊക്കെ ഉണങ്ങിയ കാഷ്ടം, അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരാൾക്ക് ശൗച്യം ചെയ്യാൻ പറ്റൂല. കാരണം അത് ജിന്നുകളുടെ, മൃഗങ്ങളുടെ ഭക്ഷണമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റും. ഇത് സഹീഹ് മുസ്ലിമിലെ 450 ഹദീസാണ്. സഹീഹ് മുസ്ലിമിലെ 450 ഹദീസാണ്. അപ്പൊ ഇവിടെ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന പാഠം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ അത് മനുഷ്യർക്ക് മാത്രമുള്ളതല്ല. അതുകൊണ്ടാണ് സൂറത്ത് റഹ്മാനിൽ അള്ളാഹു ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടല്ലോ, ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകസിബാൻ, നിങ്ങളുടെ ഇരു കൂട്ടരുടെയും റബ്ബിന്റെ ഏത് നിഅമത്തിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? മനുഷ്യന്മാരോട് മാത്രമല്ല ആ ചോദ്യം, ജിന്നുകളോട് കൂടിയാണ് ആ ചോദ്യം. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്നുകളെയും മനുഷ്യരെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യരിലേക്കുമുള്ള റസൂലാണ്, ജിന്നുകളിലേക്കുമുള്ള റസൂലാണ്. ജിന്നുകൾ ഖുർആൻ കേട്ട സംഭവം വേറെയും ഖുർആനിൽ തന്നെ പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. സൂറത്തുൽ ജിന്ന്, ഒരു അധ്യായത്തിന്റെ പേര് തന്നെ അതാണ്. ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറുൻ മിനൽ ജിന്നി ഫഖാലു ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ യഹ്ദി ഇല റുശ്ദി ഫആമന്നാ ബിഹി. ഖുർആൻ ഞങ്ങൾ കേട്ടിരിക്കുന്നു, ആ ഖുർആൻ വലിയ അത്ഭുതമായിട്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾ ആ ഖുർആനിന്റെ വഴി പിൻപറ്റിയിരിക്കുന്നു എന്നൊക്കെ ജിന്നുകൾ പറയുന്നതും സൂറത്തുൽ ജിന്നിന്റെ തുടക്ക ഭാഗത്ത് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോ ഷഹാദത്തു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ അതിന്റെ ഭാഗമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കുമുള്ള റസൂലാണ് എന്ന് വിശ്വസിക്കുക എന്നുള്ളത്. ശേഷം ഇമാം സഅദി റഹിമഹുല്ലാഹു തആല പറയാണ്, വ അന്നല്ലാഹ അയ്യദഹു ബിൽ മുഅ്ജിസാതി ദാലതി അലാ റിസാലതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലാണ് എന്ന് ഉറപ്പിക്കുന്ന
അത് അറിയിക്കുന്ന മുഅ്ജിസത്തുകൾ കൊണ്ട് അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശക്തി കൊടുത്തു. വബിമാ ജബലഹുല്ലാഹു അലൈഹി മിനൽ ഉലൂമിൽ കാമില വൽ അഖ്ലാഖിൽ ആലിയ. അപ്പോൾ തന്നെ നബിക്ക് കൊടുത്ത സ്വഭാവ ഗുണങ്ങൾ, ഉന്നതമായ സ്വഭാവം, ഒരുപാട് അറിവുകൾ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീൻ, വബിമസ്തമല അലൈഹി ദീനുഹു മിനൽ ഹുദ വറഹ്മതി വൽ ഹഖ് വൽ മസാലിഹി ദീനിയ വദുനിയവിയ. ആ ദീൻ ഉൾക്കൊള്ളുന്ന ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ഒക്കെ ഒരുപാട് നന്മകൾ, അതൊക്കെ എന്ത് ചെയ്യുന്നു? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് അറിയിക്കുന്ന സംഗതികളാണ്. ഇനി ആ മുഅ്ജിസത്തുകളുടെ കൂട്ടത്തിൽ തന്നെ വആയത്തുൽ കുബ്ര, അവസാന ഭാഗം, നമ്മൾ പറയുന്ന ആ ഭാഗത്തിന്റെ അവസാന ഭാഗത്ത് ഇമാം സഅദി റഹിമഹുല്ലാഹു തആല പറയാൻ, അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്ത ആയത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും വലിയ ആയത്ത് എന്ന് പറഞ്ഞാൽ ഹാദൽ ഖുർആൻ അൽ അദീം, അത് ഖുർആനാണ്. ബിമാ ഫീഹി മിനൽ ഹഖ് ഫിൽ അഖ്ബാരി വൽ അംരി വൻ നഹി. ആ ഖുർആനിലുള്ള സത്യങ്ങൾ, ആ ഖുർആനിന്റെ കൽപ്പനകൾ, ആ ഖുർആനിന്റെ വിരോധനങ്ങൾ, അതൊക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണ് എന്നതിന്റെ തെളിവാണ്. ആ മുഅ്ജിസത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഖുർആനാണ്. വല്ലാഹു അലം എന്ന് പറഞ്ഞിട്ട് ആ ഒരു മുഖദ്ദിമ, ആ ഒരു ആമുഖം ഇമാം സഅദി റഹിമഹുല്ലാഹു തആല അവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഖുർആൻ എന്ന് പറഞ്ഞാൽ ശരിക്കും അത്ഭുതമാണ്. ഖുർആന്റെ ഭാഷ, ഖുർആന്റെ ഓരോ അക്ഷരവും അത്ഭുതമാണ്. ഖുർആന്റെ സാഹിത്യം അത്ഭുതമാണ്. ഖുർആന്റെ പ്രവചനങ്ങൾ അത്ഭുതമാണ്, അല്ലെ? ഖുർആന്റെ ആ ഒരു വെല്ലുവിളിയൊക്കെ നമ്മൾ ആലോചിക്കുക. ഖുർആൻ ആരെയാണ് വെല്ലുവിളിച്ചത്? അറേബ്യൻ സാഹിത്യ തറവാട്ടിലെ തമ്പുരാക്കന്മാരെയാണ് ഖുർആൻ വെല്ലുവിളിച്ചത്. ഇതുപോലത്തെ ഒരു ഗ്രന്ഥങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കൊണ്ടുവരൂ. ഉക്കാദിലും ദുൽമജാസിലും ദുൽമുജന്നയിലൊക്കെ ഇരുന്നിട്ട് നിമിഷ നേരങ്ങൾ കൊണ്ട് കവിതകൾ പാടി മത്സരങ്ങൾ നടത്തിയിരുന്ന അറബികളെ വെല്ലുവിളിച്ചു ഖുർആൻ. അത് ഖുർആന്റെ ഭാഷയുടെ അത്ഭുതമാണ്, സാഹിത്യത്തിന്റെ അത്ഭുതമാണ്. അതുപോലെ തന്നെ ഖുർആന്റെ കൽപ്പനകൾ, ഖുർആൻ നമ്മളോട് കൽപ്പിച്ചൊരു കാര്യം അത് 100% നന്മയായിരിക്കും, അല്ലെങ്കിൽ അതിൽ ദോഷത്തെക്കാളും കൂടുതൽ നമുക്ക് ഗുണമായിരിക്കും ഉണ്ടാവുക. ഖുർആൻ നമ്മളോട് കൽപ്പിച്ചൊരു കാര്യമാണെങ്കിൽ, ഖുർആൻ നമ്മളോട് ഒരു കാര്യം വിലക്കിയിട്ടുണ്ട് എങ്കിൽ അത് 100% നമുക്ക് ദോഷമായിരിക്കും, അല്ലെങ്കിൽ ഗുണത്തെക്കാൾ ഏറെ അതിന് ദോഷമായിരിക്കും. അതല്ല എന്ന് തെളിയിക്കാൻ ഒരാൾക്കും കഴിയൂല. അപ്പൊ അതൊക്കെ ഖുർആനിന്റെ അത്ഭുതമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിനുള്ള തെളിവുകളാണ്. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് ഒരു ആമുഖം എന്നുള്ള നിലക്ക് പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ ഇതാണ് അടിസ്ഥാനം. ഇത് ശരിയായാലേ ഇനി പറയാൻ പോകുന്ന ത്വഹാറത്തും നിസ്കാരവും സക്കാത്തും നോമ്പും ഹജ്ജൊക്കെ ശരിയായിട്ട് കാര്യമുള്ളൂ. അപ്പൊ ആ ഒരു അഖീദയുടെ വശമാണ് ഇമാം സഅദി റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ കിതാബിന്റെ തുടക്കത്തിൽ കൊടുത്തിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു അത് ഷെയ്ഖ്മാരുടെ ഒക്കെ ഇമാംമാരുടെ ഒക്കെ ഒരു രീതിയാണ്, ശൈലിയാണ്. ആ ഒന്നാമത്തെ ഹദീസ് ബുനിയൽ ഇസ്ലാം അലാ ഖംസിൻ, ആ ഹദീസിന്റെ ആ ഒരു തർത്തീബിലാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. അല്ലാഹു അലം. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ നമ്മൾ ബാബുൽ മിയായിലേക്ക് പ്രവേശിക്കും. വെള്ളം എന്ന ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ നീങ്ങും ഇൻഷാ അല്ലാഹ്. ഇന്നത്തെ ദർസിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാന്ന് വിചാരിക്കുന്നു. ബുഖാരി ഇമാമിന്റെ ഒന്നാമത്തെ ബാബ്, സഹീഹുൽ ബുഖാരിയിലെ ഒന്നാമത്തെ ബാബ് എന്താണെന്ന് പറയാൻ പറ്റുമോ? കിതാബുൽ ഈമാൻ. കിതാബുൽ ഈമാൻ ആണോ? ഒന്നാമതൊരു ബാബ് മാത്രമായിട്ടാണ് വന്നിട്ടുള്ളത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിതാബുൽ തഹാറ അതാണോ? വഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എങ്ങനെയാണ് വഹി അവതരിപ്പിക്കപ്പെട്ടത്, വഹിന്റെ തുടക്കം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ബാബായിട്ട് ഇമാം ബുഖാരി റഹിമഹുല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ഹദീസ് ഏതാണ് സഹീഹുൽ ബുഖാരിയിലെ ഒന്നാമത്തെ ഹദീസ്? ഇസ്ലാമിന്റെ 5 തൂണുകളെ കുറിച്ച് ആണോ? ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. ഒന്നാമത്തെ ഹദീസ് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് ആണ്. ബാബാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, പിന്നെ എല്ലുകൾ കൊണ്ടും മൃഗങ്ങളുടെ കാഷ്ടം കൊണ്ടും ശൗച്യം ചെയ്യുന്നത് വിലക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാരണം എന്താണ്? എല്ലുകള് അവരുടെ ഭക്ഷണമാണ്, അതുപോലെ കാഷ്ടം അവരുടെ മൃഗങ്ങളുടെ ഭക്ഷണമാണ്. അത് ആ എല്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കരുത് ആ എല്ലാണ് ജിന്നുകൾ തിന്നുന്നതെന്ന് വിചാരിക്കരുത്. ആ എല്ല് അവർക്ക് കിട്ടുമ്പോൾ മാംസം പൊതിഞ്ഞ നിലക്കാണ് കിട്ടുക. അത് ജിന്നുകളുടെ ഭക്ഷണമാണ്.
അതുപോലെ തന്നെ നമ്മുടെ മൃഗങ്ങളുടെ കാഷ്ടം മൃഗങ്ങളുടെ ഭക്ഷണവുമാണ്. ഓക്കെ. നിസ്കാരവും സക്കാത്തും ഒക്കെ പറയുന്നതിന് മുമ്പ് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് തൗഹീദാണ് എന്നതിന് ഒരു തെളിവ് പറയാൻ പറ്റുമോ? മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യമനിലേക്ക് അയച്ച സംഭവത്തിൽ മുആദ് റളിയല്ലാഹു ആദ്യം പറയുന്നത് ഷഹാദത്താണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. പിന്നെയാണ് നിസ്കാരം പറഞ്ഞത്, പിന്നെയാണ് സക്കാത്ത് പറഞ്ഞത്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന 1395 ഹദീസാണ്. ബറക്കല്ലാഹു ഫീക്കും. ജസാക്കുമുല്ലാഹു ഖൈറ. തൽക്കാലം നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഏതായാലും കൂടുതൽ അറിയാനും പഠിക്കാനൊക്കെ അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. ഉപകാരപ്രദമായ അറിവ് നമുക്ക് എല്ലാവർക്കും അള്ളാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. നമ്മുടെ വീഴ്ചകൾ അള്ളാഹു പുറത്തു തരട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.